ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തനി നാടൻ റെസിപ്പിയായ മത്തി ഫ്രൈ ആണ് ഷെയർ ചെയ്യുന്നത്. മലയാളികളുടെ ഇഷ്ടവിഭവമായ മത്തി ഫ്രൈ. അപ്പോൾ അതിനായി കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ 2-3 പ്രാവശ്യം നന്നായി കഴുകിയാണ് എടുക്കുന്നത്. ഈ കഴുകിയെടുത്ത മത്തി പിന്നെ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം നീക്കം ചെയ്ത് പിന്നെ പല വെള്ളം കഴുകി വൃത്തിയാക്കിയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി മീനെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ തൊലി ഉരിഞ്ഞിട്ടില്ല. തൊലി ഉരിയുമ്പോൾ മാംസം കൂടി പോകുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ മസാലകൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, 1 സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ മസാലയെല്ലാം മീനിലേക്ക് നന്നായി പിടിച്ച് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പില നിരത്തി അതിലേക്ക് മീൻ ഓരോന്നായി നിരത്തി കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ മീൻ പാനിൽ പിടിക്കുകയുമില്ല. കറിവേപ്പിലയുടെ ഗുണവും മണവുമെല്ലാം ഈ മീനിലേക്ക് പകരുകയും ചെയ്യും. മീൻ വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ ബർണറിൽ തന്നെ വറുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ബർണറിൽ മീഡിയം ടു ലോ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഷാലോ ഫ്രൈ ചെയ്യാൻ. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയുടെ അളവും കുറച്ച് മതി. ഇപ്പോൾ ഡീപ്പ് ഫ്രൈക്കാണെങ്കിൽ ചൂട് കൂട്ടിയിടാം. ഷാലോ ഫ്രൈ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണ കുറച്ച് മതിയല്ലോ. അപ്പോൾ മീൻ ഓരോന്നായി നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വശം ആ സൈഡ് നന്നായി മൂത്ത് കിട്ടണം. ചെറിയ തീയിൽ കിടന്നതിനെ നന്നായി മൂത്ത് വരണം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലിപ്പ് ചെയ്തിടാം. രണ്ടാമത്തെ വശം പെട്ടെന്ന് മൂത്ത് കിട്ടും. കൂടുതൽ സമയം ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം എല്ലാം നമ്മൾ മറിച്ചിട്ടു. അതോടൊപ്പം തന്നെ മൂത്തും വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മലയാളിയുടെ ഒരു ഇഷ്ടവിഭവമായ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ രീതിയും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൽ ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ടിപ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യൂ. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടാവണം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.